ഹലോ ഗൈസ്, ഡോണമോ ടോക്കീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് സ്പെയിനിലെ ഇവിടുത്തെ ഓരോ ചെറിയ ചെറിയ സ്ഥലങ്ങളും മുക്കും മൂലകളൊക്കെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. അപ്പം നമ്മുടെ കൂടെ നമ്മുടെ ഇച്ചാൻ കുഞ്ഞുണ്ട്. അപ്പം നിങ്ങൾ എല്ലാ വീഡിയോ ഫുള്ളായിട്ട് കാണുക. മാൻഡ്രിഡിൽ നിന്നുള്ള 2 മണിക്കൂർ ഫ്ലൈറ്റ് യാത്രയ്ക്ക് ശേഷം ഫോർത്ത് വെന്തൂര എയർപോർട്ടിലെത്തി. ബസ് സ്റ്റോപ്പ് കണ്ടുപിടിക്കാൻ എയർപോർട്ടിന്റെ വെളിയിലെത്തിയപ്പോഴാണ് ഇച്ചൻ അവിടെ നിൽക്കുന്നത് കണ്ടത്. എനിക്ക് ഭയങ്കര സർപ്രൈസ് ആയി. ഇച്ചാൻ ഇവിടെ വന്നിട്ട് ഇപ്പൊ 2 ദിവസം 3 ദിവസം ആയി കാണും. എനിക്ക് ഇവിടെ വന്നിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഇല്ല. ഞാൻ കാലെടുത്ത് ഇവിടെ കുത്തിയിട്ടുള്ളൂ. സോ നമുക്ക് ഇച്ചാനോട് ചോദിക്കാം, അതെ, എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത്? ഇവിടുത്തെ ബീച്ചുണ്ട്, പിന്നെ ബീച്ചിന്റെ അവിടെ കുറേ ഹോട്ടലുകളുണ്ട്, പിന്നെ ഇവിടെ കുറേ അഗ്നിപർവ്വതത്തിന്റെ ഉണ്ടായിരിക്കണ മലയുണ്ട്, കുറേ ഗ്രാമങ്ങളുണ്ട്. എന്തൊക്കെയാ ഞാൻ എവിടെയും പോയി കണ്ടിട്ടില്ലാത്തതുകൊണ്ട് എനിക്കറിയില്ല. ഇവിടെ വരുന്നതിന് മുമ്പ് ഞാൻ ജസ്റ്റ് ഒരു എന്താ പറയുക പ്രൊജക്റ്റ് പോലെ നോക്കിയായിരുന്നു എന്തൊക്കെയുണ്ടെന്ന് അറിയാനായിട്ട്. കുറേ സാധനങ്ങളുണ്ട്. മരുഭൂമി കണ്ടവർക്ക് മരുഭൂമി കാണാം, ഗ്രാമങ്ങൾ കണ്ടവർക്ക് ഗ്രാമങ്ങൾ കാണാം. മരുഭൂമിയുടെ കേസിൽ കാണണ്ടെന്ന് വിചാരിച്ചാലും അത് കണ്ടേ പറ്റുള്ളൂ. അതെന്താ? പോണ വഴിക്ക് അത് മൊത്തമാണ്. ഞാൻ മോളിൽ നിന്ന് കണ്ടു മരുഭൂമി വലിയത്. അങ്ങനെ 2-3 മണിക്കൂറിന് ശേഷം നമ്മുടെ ബസ് വന്നു. ബസ്സിലിരുന്ന് ഒരു 2 മണിക്കൂറെങ്കിലും ഉറങ്ങാൻ സമയമുണ്ട്. കാരണം നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്താനായിട്ട് ഇനി 2 മണിക്കൂറുണ്ട്. കണ്ണടച്ച് ഉറങ്ങിയതേ ഓർമ്മയുള്ളൂ. അപ്പോഴേക്കും നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തി. അവിടെ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ കയറി ഞങ്ങൾ കുറച്ച് ഫുഡ് ഐറ്റംസും കാര്യങ്ങളൊക്കെ മേടിച്ചു. നമ്മുടെ ഹോസ്റ്റലിൽ കിച്ചൺ സൗകര്യം ഉള്ളതിന്റെ പേരിൽ ഫുഡ് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി. ഇത്രയും യാത്ര കഴിഞ്ഞ് വന്നിട്ട് മെനക്കെട്ടിഞ്ഞ് റെസ്റ്റോറന്റിൽ പോകാൻ വയ്യ. ഇന്ന് നൈറ്റത്തേക്കുള്ള എല്ലാ ഫുഡും ഞങ്ങൾ വാങ്ങിച്ചു. മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിന് ഫുഡ് മേടിക്കേണ്ട കാര്യമില്ല, ഹോസ്റ്റലിൽ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തായാലും സീ യു ഗൈസ്, നെക്സ്റ്റ് മോർണിംഗ് കാണാം. ഹലോ ഗൈസ്, നമ്മുടെ ഫോർത്ത് വെന്തൂരയിൽ വന്നിട്ടുള്ള ആദ്യത്തെ മോർണിംഗ് ആണിത്. ഞങ്ങളിപ്പോ പോകുന്നത് ഫുഡ് കഴിക്കാനായിട്ടാണ്. 8:30 ഫുഡ് കൗണ്ടർ 8:30 to 10:15 വരെയുള്ളൂ ഫുഡ് കൗണ്ടർ ഓപ്പൺ. നേരത്തെ ചെന്നില്ലെങ്കിൽ നമുക്ക് ഫുഡൊന്നും കിട്ടില്ല. ബ്രഞ്ച് പോലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഒരുപാട് ഐറ്റംസ് ഉണ്ട്, നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ എടുക്കാം. ഫ്രൂട്ട്സ്, ചീസ്, ജാംസ്, മിൽക്സ്, ജ്യൂസസ്, അങ്ങനെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ആളുകളുടെ ടേസ്റ്റിനനുസരിച്ചിട്ടുള്ള ഫുഡുകളെല്ലാം ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് അൺലിമിറ്റഡ് ആണ്, നമുക്ക് എത്ര വേണമെങ്കിലും എടുക്കാൻ പറ്റും. പിന്നെ അവരവിടെ പ്രൊവൈഡ് ചെയ്യുന്ന ബ്രേക്ക്ഫാസ്റ്റ് അല്ലാതെ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിന്റെ ഉള്ളിൽ തന്നെ കിച്ചൺ സൗകര്യം ഉണ്ട്. നമുക്ക് മുട്ട വേണമെങ്കിൽ ഓംപ്ലേറ്റ് അടിച്ച് കഴിക്കാം. അവിടെയുള്ള എന്ത് ഐറ്റംസ് ആണെങ്കിലും നമുക്ക് നമ്മുടെ രീതിയിൽ കുക്ക് ചെയ്ത് വേണമെങ്കിൽ കഴിക്കാം. ഞാൻ ഫസ്റ്റ് തന്നെ ഇച്ചാനുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ എടുക്കുന്നത്. ഇച്ചാൻ കുറച്ച് സലാഡ് ഫ്രണ്ട്ലി ആയതിന്റെ പേരിൽ ഫ്രൂട്ട്സും വെജിറ്റബിൾസ് ഒക്കെ കൂടെ കൂട്ടി 2-3 ഹമോൺസ് ഒക്കെ വെച്ചിട്ടാണ് ഞാൻ ഈ സംഭവം എടുത്തത്. വെക്കേഷൻ ട്രിപ്പുകൾ ഒരുപാട് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾ എടുക്കുന്ന ഹോസ്റ്റലിൽ ലിമിറ്റഡ് ആയിട്ടുള്ള ഫുഡ് മാത്രമേ കിട്ടുള്ളൂ. പക്ഷെ ഇങ്ങനൊരു സൗകര്യം ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ അനുഭവിക്കുന്നത്. സ്പെയിനിൽ വളരെ കുറച്ച് കിട്ടുന്ന പപ്പായയും മാംഗോസും ഉൾപ്പെടെ എല്ലാം വെട്ടിയരിഞ്ഞ് അവിടെ വെച്ചിട്ടുണ്ട്. പോഷകസമൃദ്ധമായിട്ടുള്ള ഭക്ഷണമാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ അത് നമുക്ക് ചൂസ് ചെയ്യാം. എല്ലാം ഡിപ്പെൻഡ്സ് അപ്പോൺ നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങളാണ്. അങ്ങനെ ഇച്ചാന്റെ ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് കഴിഞ്ഞു. നമ്മൾ പുറത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്നില്ല, ഇവിടെ തന്നെ ഇരിക്കാന്ന് വിചാരിച്ചു. ഇനി എനിക്കുള്ളതും കൂടി എടുക്കാനുണ്ട്. 10:30 തുടങ്ങി 10:15 വരെ. എന്റെ നേരെ ലെഫ്റ്റ് സൈഡിലായിട്ട് അവിടുത്തെ കിച്ചൺ ആണ് കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ളത് എന്തും ഉണ്ടാക്കി കഴിക്കാനായിട്ട് കിച്ചണും ഓപ്പൺ ആണ്. Agua caliente? Agua caliente, sí. Vale. എനിക്ക് പാൽ ചായ. നമ്മൾ ഫുഡ് എടുത്തോണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മളോട് കുറച്ചുപേര് മിണ്ടാനായിട്ടൊക്കെ വന്നു. ഇവരെല്ലാം പല രാജ്യങ്ങളിലുള്ളവരാണ്. ഇംഗ്ലീഷുകാര്, ഫ്രഞ്ചുകാര്, അറബിക്കാര്, മൊറോക്കോ, ഉക്രൈൻ എന്ന് വേണ്ടിയിട്ടുള്ള എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാരും ഉണ്ട്. പോരാത്തിന് നമ്മൾ ഇന്ത്യക്കാര് പിന്നെ പറയേണ്ടതില്ലല്ലോ. അപ്പൊ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു തുടങ്ങിയാലോ? ഗൈസ്, നമ്മൾ കഴിക്കാൻ പോവാണ്. ബ്രെഡാണ് ഞാൻ എടുത്തത്. ഇച്ചായനെടുത്ത ഐറ്റംസ് ആണ്. ഞാനെടുത്ത ഐറ്റംസ് ആണത്. ഇത് ഇച്ചിന് വേണ്ടി ഞാൻ മേടിച്ചത്. ഇത് കൊള്ളാം. ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളിയാ. ഇവിടുന്ന് വെച്ചാൽ മതി വയറ് അറിയാനായിട്ട്. ഇനി എവിടെ പോയി കഴിക്കേണ്ട കാര്യമൊന്നുമില്ല. എളുപ്പം
Where are you from? Hablas español también, ¿no? Sí, sí, sí. Pues vivo en Barcelona, Preciosa. Ah, Barcelona. Toledo. España. Sí, España. Perfecto, por eso, porque me dijiste hola y estuvieses hablando en español. Y desde Toledo, entonces, surfeando también. Sí. Los dos. Sí. Qué chulo. ¿Y es primera vez que Sí. Pero no lo sé. ¿Qué es las atracciones? ¿Qué te refieres que ver, aparte de eso? Mira, ahora voy a Isla de Lobos, que es una isla donde hay puerto de Coralejo. Hay una isla que se ve desde lejos, 15 minutos con ferry, y es volcánica, y es protegida, no hay nada, hay ni comida ni bebida, pero un volcán, y puedes hacer ruta. Y yo voy. Y todo el mundo va, es lo más famoso. ¿Está trabajando? ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിനിടയിൽ നമുക്ക് അപ്രതീക്ഷിതമായിട്ടൊരു ഫ്രണ്ടിനെ കിട്ടിയിട്ടോ. ഷീസ് സെലേന. ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള ഒരു സ്ത്രീ. ആള് ജോലി ചെയ്യുന്ന ഒരു ടൂറിസ്റ്റ് ഗൈഡായിട്ടാണ്. ഇവര് ജോലി ചെയ്യുന്ന കമ്പനിയിൽ നിന്ന് സ്പെയിനിലെ ഓരോ പ്രൊവിൻസിലേക്കും ആളുകളെ വിടും. അങ്ങനെ ഫുവർത്തവെന്തൂരയിലേക്ക് എത്തിയ ഒരാളാണ് എലേന. കുറെ നേരം എലേനയായിട്ട് സംസാരിക്കാനും അവരായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യാനും സാധിച്ചു. ഒരു പുതിയൊരു പ്രൊവിൻസിലേക്ക് പോകുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള കുറെ കാര്യങ്ങളെ കുറിച്ച് എലേന നമുക്ക് ക്ലാസ് എടുത്തു തന്നു. ഓരോ യാത്രയും വ്യത്യസ്തമാകുന്ന ഇതുപോലുള്ള ഒരുപാട് ആൾക്കാരെ കാണുമ്പോൾ തന്നെയാണ് അല്ലേ? Encantada, it was very nice. Maybe see you Tomorrow? Tomorrow for sure. On breakfast. Okay. Nice to meet you, Elena. Bye. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. ഇനി നാളെ കാണാമെന്നുള്ള പ്രതീക്ഷയിൽ നമ്മളോട് ബായ് പറഞ്ഞ് എലേന പോയി. നമ്മുടെയും ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് കൊറലേഹോസ് മൊത്തത്തിലൊന്ന് ചുറ്റി കാണാം. ഇവിടെ വന്നിട്ടുള്ള ആദ്യത്തെ മോർണിംഗ് ആണിത്. കോസ്റ്റൽ ആയിട്ടുള്ള ഏരിയ ആണ് കൊറലേഹോസ് എന്ന് പറയുന്നത്. കൊറലേഹോസിന്റെ സ്ട്രീറ്റ് വിശേഷങ്ങളുമായിട്ട് നെക്സ്റ്റ് വ്ളോഗിൽ വരുന്നവരിക്കും. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.